أعوذ بالله من الشيطان الرجيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. സൂറത്തുൽ കഹ്ഫ് 13 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ്. അവരുടെ, അതായത് ആ ഗുഹാവാസികളുടെ ചരിത്രം നാം ഇതാ വിവരിച്ചു തരുന്നു. തങ്ങളുടെ രക്ഷിതാവിൽ അടിയുറച്ച് വിശ്വസിച്ച ഏതാനും ചെറുപ്പക്കാരായിരുന്നു അവർ. നാം അവരുടെ മനസ്സുകൾ ദൃഢീകരിക്കുകയും ചെയ്തു. അവർ ഉച്ചസ്ത്രം പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണ്, അവനെ കൂടാതെ മറ്റൊരു ദൈവത്തെയും മറ്റൊരു ആരാധ്യനെയും ഞങ്ങൾ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുകയില്ല. അഥവാ മറ്റു വല്ലവരും പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ സത്യത്തിൽ നിന്നും മറ്റു വല്ലവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞങ്ങൾ സത്യത്തിൽ നിന്നും ബഹുദൂരം വഴിതെറ്റിയത് തന്നെ. നമ്മുടെ ഈ ജനത അള്ളാഹുവിനെ കൂടാതെ മറ്റ് ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണ്. അതിനവർ വ്യക്തമായ വല്ല തെളിവും കൊണ്ടുവരാത്തത് എന്തേ? അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം ആരോപിക്കുന്നവനേക്കാൾ വലിയ അക്രമി മറ്റാരാണുള്ളത്? നിങ്ങൾ അവരിൽ നിന്നും, അള്ളാഹു അല്ലാത്ത ആരാധ്യരിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് ആ ഗുഹയിൽ ചെന്ന് പാർക്കാം. റബ്ബ് നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരികയും ചെയ്യും. ഖുർആനിൽ വിവരിക്കുന്ന ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ജോർഡാൻ തലസ്ഥാനമായ അമ്മാനിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള റജീബ് എന്ന ഗ്രാമത്തിലാണ്. റഹീം എന്നാണ് ഈ ഗുഹ പരിസരത്തിൻ്റെ പേര് പറയപ്പെടുന്നത്. സഹാബിവര്യന്മാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുആവിയ, ഉബാദത്ത് ബിൻ സാമിത്ത്, ഹബീബ് ബിൻ മസ്ലമ തുടങ്ങിയവരൊക്കെ ഈ ഗുഹ സന്ദർശിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു പ്രദേശവും കൂടിയാണിത്. ക്രിസ്തുമതം സ്വീകരിക്കുന്നതിന് മുമ്പ് റോമ സാമ്രാജ്യം ജൂതരെയും ക്രിസ്ത്യാനികളെയും ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. ബഹുദൈവ വിശ്വാസം സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ഏതാനും യുവാക്കൾ സ്വന്തം നാടുപേക്ഷിച്ച് ഗുഹയിൽ അഭയം പ്രാപിച്ചു. ആ യുവാക്കളുടെ മാതൃകാപരമായ ജീവിതം ഉൾക്കൊള്ളുവാനാണ് യഥാർത്ഥ വിശ്വാസികൾ ശ്രമിക്കേണ്ടത് എന്നൊരു ഗുണപാഠമാണ് ഈ ചരിത്രം വിവരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഏകദൈവവിശ്വാസത്തിൻ്റെ പ്രാധാന്യം, അത് സ്വീകരിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ധൈര്യവും സ്ഥൈര്യവും പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനുള്ള ക്ഷമയും ത്യാഗമനസ്ഥിതിയും, അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായങ്ങൾ, ഇതൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അനുസ്മരിപ്പിക്കുന്നത്. പ്രവാചകന്മാരൊക്കെ നിയോഗിക്കപ്പെട്ടത് അവരുടെ യുവത്വത്തിലായിരുന്നുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്രാഹിം നബി ശിർക്കിനെതിരെ സന്ധിയില്ലാ സമരം
ചെയ്തതും യുവാവായിരിക്കുന്ന അവസ്ഥയിലാണ്. തിരുമേനിയുടെ പ്രബോധനം സ്വീകരിച്ച് ഇസ്ലാം സ്വീകരിച്ചവരിലധികവും യുവാക്കളായിരുന്നു. ഇന്നും പാശ്ചാത്യ ലോകത്ത് ഇസ്ലാം സ്വീകരിക്കുന്നവരിലേറെയും യുവാക്കൾ തന്നെയാണ്. അഥവാ ഇസ്ലാമിക പ്രബോധനം കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് യുവാക്കളിലാണ് എന്നർത്ഥം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.